നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ പുതിയ സിനിമ അപ്ഡേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൈദി 2 എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമയെക്കുറിച്ച് പറയും മുമ്പ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. നമ്മുടെ വീഡിയോ കുറച്ചൊക്കെ ആളുകൾ കാണുന്നുണ്ട്, എങ്കിൽ പോലും 98% സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അങ്ങനെയുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരന് വലിയ പ്രോത്സാഹനമാണ്, മുന്നോട്ട് പോകാൻ അത്യാവശ്യവുമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സിനിമയുടെ അപ്ഡേറ്റിലേക്ക് വന്നാൽ കൈദി 2 എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ അപ്രതീക്ഷിതമായി വളരെ സൈലൻ്റായി വന്ന് വലിയൊരു ഹിറ്റ് ഉണ്ടാക്കിയ ചിത്രമാണ് കൈദി. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് കാർത്തി നായകനായി ചിത്രം വലിയ ഹിറ്റായിരുന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അന്നു മുതൽ തന്നെ അതിൻ്റെ രണ്ടാം ഭാഗത്തിനായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ LCU എന്ന് ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് പോലും വരാൻ കാരണം ഈ കൈദി എന്ന ചിത്രമാണ്. അതിൻ്റെ പിന്നാലെ കൈദി എന്ന ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് 2 ചിത്രങ്ങൾ വരികയുണ്ടായി, വിക്രം, ലിയോ. ഇനി ആ യൂണിവേഴ്സിൽ വരാനുള്ള അടുത്ത ചിത്രമാണ് കൈദി 2. അതിനുവേണ്ടി ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ കൈദി 2 എന്ന ചിത്രത്തിന് കാത്തിരിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും റിലയബിളായ സോഴ്സിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കൈദി 2 എന്ന ചിത്രം ഒരു പക്ഷേ നീട്ടിവെച്ചേക്കാം എന്നാണ്. പകരം ഈ സിനിമയുടെ സംവിധായകൻ കൂടിയായ ലോകേഷ് കനകരാജ് മറ്റൊരു പ്ലാനുമായാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. ഓർക്കുക, കൈദി 2 എന്ന ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല. പകരം ആ ചിത്രം ചെയ്യുന്നതിന് മുൻപായി ചിത്രത്തിൻ്റെ സംവിധായകനായ ലോകേഷ് കനകരാജ് മറ്റൊരു സിനിമ പ്ലാനിങ്ങുമായി വരികയാണ്. RKFI അതുപോലെ റെഡ് ജയന്റ് എന്നീ 2 പ്രൊഡക്ഷൻ കമ്പനികൾക്ക് വേണ്ടി കമലഹാസൻ, രജനികാന്ത് എന്നീ 2 സൂപ്പർ സ്റ്റാറുകളെ, തമിഴ് സിനിമയിലെ ഏറ്റവും 2 സൂപ്പർ സ്റ്റാറുകളെ ഒരുമിച്ച് സ്ക്രീനിൽ എത്തിക്കാനുള്ള പുതിയൊരു പ്ലാനുമായാണ് ലോകേഷ് കനകരാജ് ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പോൾ വിശ്വസനീയമായ ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇതിൻ്റെ ചർച്ചകൾ അങ്ങേയറ്റം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അടുത്തതായി ലോകേഷ് കനകരാജ് കൈദി 2 എന്നതിന് പകരം ഈ ഒരു ചിത്രത്തിലേക്ക് പ്രവേശിക്കാനാണ് സാധ്യത എന്നാണ് വിശ്വസനീയമായ ഇടങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ LCU ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, എന്നെപ്പോലുള്ള സാധാരണ LCU ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയുള്ള വാർത്തയാണ്. എങ്കിൽ പോലും, അങ്ങനെയാണെങ്കിൽ പോലും തലൈവരെയും ഉലകനായകനെയും ഒരു സ്ക്രീനിൽ ഒന്നിച്ച് കാണാമെന്നുള്ളതിൻ്റെ സന്തോഷം എന്നെപ്പോലുള്ളവർ മറച്ചു വെക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ പറയപ്പെടുന്ന പ്രൊജക്റ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്നാണുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചർച്ചകൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. മാത്രമല്ല, ഇതിനുശേഷം നമ്മളെല്ലാം കാത്തിരിക്കുന്ന കൈദി 2 ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.